ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 79-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എപ്പിസോഡ് തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങളെ ചുരുക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇന്ന് ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യത്തെ ടാസ്കും അതുപോലെ തന്നെ ഇന്ന് 3 ടാസ്ക് നടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാം. പാട്ടാണ് പാണ്ടിമേളം പാട്ടും കൂത്തും അടിപൊളി പാട്ടൊക്കെയായിരുന്നു. പക്ഷേ ഋഷി ഇന്നും കളിക്കാൻ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും അങ്ങനെ അടിച്ചു പൊളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എനർജറ്റിക് വരുത്തിയതിന് ശേഷം എല്ലാവരും കിച്ചണിൽ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ജിൻഡപ്പന് തലേ ദിവസത്തെ ദോശയൊക്കെ ചൂടാക്കിയ സമയത്ത് ജിൻഡോയ്ക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. ശ്രീധുവിനോട് പറയുന്നു പുതിയ ദോശ ഉണ്ടാക്കണം എന്ന രീതിയിൽ. അപ്പോൾ ശ്രീധുവൻ എന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം, ജിൻഡോ ചേട്ടൻ പോയി ഇരിക്കൂ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ അവർക്ക് രാവിലെ ദോശയും മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്, ഗോൾഡൻ റാബിറ്റ്. ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ലൈവ് അപ്ഡേറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ വിജയ് രമേഷ് വ്ലോഗ് ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടാസ്കിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടിക്കറ്റ് ഫിനാലയുടെ ആദ്യത്തെ ഗെയിമായ ഗോൾഡൻ റാബിറ്റ് എന്ന ടാസ്ക് ജയിച്ചിരിക്കുന്നത് അഭിഷേകൻ. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ അഭിഷേക്. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഈ വീഡിയോയ്ക്ക് മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ മതി കേട്ടോ, ലൈവ് അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും പോയിന്റ് വേട്ടയിൽ നമ്മുടെ അഭിഷേകാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഓരോരോ ടീമിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ സായി വന്ന് ഋഷിയോട് പറയുന്നു, ഒരിക്കലും ജിൻഡോയെ വിശ്വസിക്കരുത്, നമ്പരുത്, ടൈം കിട്ടിയാൽ നല്ല ആപ്പ് വയ്ക്കും എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ കിച്ചണിനകത്ത് ജാസ്മിനും അഭിഷേകും ജിൻഡോയും സംസാരിക്കുന്നു. അതിനുശേഷം ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജാസ്മിൻ ആണെങ്കിൽ ജിൻഡോ ഇനി എന്നെ ഔട്ടാക്കുവാണെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ കണ്ണിൽ മുളക് പൊടി ഇടും കേട്ടോ. അപ്പോഴത്തേക്ക് ഋഷി പറഞ്ഞ്, ജിൻഡോ ചേട്ടാ ഇത് ഒരു സോപ്പാണ്, ഔട്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള സോപ്പാണെന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇവരുടെ ഇത് ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട സമയത്ത് ശ്രീതു അന്തം വിട്ടിങ്ങനെ നന്ദനെ നോക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ ടാസ്ക് നമ്മുടെ അർജുൻ വായിക്കുന്നുണ്ട്. കയ്യാലെ പുറത്താണ് കേട്ടോ. എന്താണ് ഈ ടാസ്ക് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയിൽ പോകുക, കുറേ ബോൾ കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പ്രോപ്പർട്ടി വെച്ചതിന് ശേഷം ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഒരു കപ്പുണ്ട്, ആ കപ്പിലേക്ക് ഈ ബാലൻസ് ചെയ്ത് ബോൾ ഇടുക. അപ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ ബോൾ ഇടുന്നത് അവർ ജയിക്കും. അങ്ങനെയാണ് ഈ ടാസ്ക് കേട്ടോ. അപ്പോൾ ഇതാ ബോൾ എടുക്കുക, ബാലൻസ് ചെയ്ത് ഈ കപ്പിലേക്ക് നിക്ഷേപിക്കുക. അങ്ങനെ ആദ്യം അർജുനും നോറയാണ് വന്നിരിക്കുന്നത്. അർജുൻ 4 ബാളും അതുപോലെ നോറ 3 ബാളും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ വന്നു. അവസാനം അഭിഷേക് ഋഷിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഭിഷേക് 6 ബോളാണ് എടുത്തിരിക്കുന്നത്. ഋഷിക്ക് 2 എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അങ്ങനെ പോയിന്റ് നില വന്ന സമയത്ത് അഭിഷേക് 6ഉം അതുപോലെ തന്നെ അർജുനും സിജോയും 4-4 വന്നതുകൊണ്ട് ടൈ ആയത് കാരണം സിജോയും അർജുനനും വീണ്ടും മത്സരിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആരാണ് ആദ്യം 5 ബോൾ ഇടുന്നത്, 1 മിനിറ്റ് കൊണ്ട് 5 ബോൾ ആരാണ് ഇടുന്നത് അവർ ജയിക്കുന്ന രീതിയിൽ. അപ്പോൾ അഭിഷേകാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, 3 പോയിന്റ്. അർജുന് 2 പോയിന്റ് നേടിയിട്ടുണ്ട്. അങ്ങനെ 2 ടാസ്കും ആദ്യമായിട്ട് ജയിച്ചിരിക്കുന്നത് അഭിഷേകാണ്. 3 പോയിന്റ് എടുത്ത് 6 പോയിന്റ് ലീഡ് നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം ജാസ്മിൻ, ചേട്ടാ എനിക്ക് ഒരു ഗെയിം കിട്ടുന്നില്ല, ഞാനിങ്ങനെ താഴോട്ട് പോവുകയാണോ, ബിഗ് ബോസ് എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ഗെയിം തരുമെന്ന രീതിയിൽ ചുമ്മാ ഒരു ഫണ്ണായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 3ാമത്തെ ടാസ്ക് വരുന്നുണ്ട്. 3ാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പന്താട്ടം എന്നാണ്. പന്താട്ടം എന്താണെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും 2 വ്യക്തികളാണ് മത്സരിക്കേണ്ടത്. അത് പലകയുടെ വീതി കൂടിയ ഭാഗത്ത് കയറി നിൽക്കണം. എന്നിട്ടൊരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൻ്റെ പുറത്തൊരു ബോൾ കൊടുക്കും. ആ ബോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുക. ആദ്യത്തെ ബസർ അടിക്കുന്ന സമയം വരെ എത്രത്തോളം ഇത് ബോൾ കയ്യിൽ പിടിച്ച് നിൽക്കുമോ, ബാലൻസ് പിടിച്ച് നിർത്തുമോ എന്നുള്ളതാണ്. എന്നിട്ട് ബസർ അടിച്ചതിന് ശേഷം 2ാമത്തെ സ്റ്റെപ്പ് വരിക. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കാനേ പറ്റുള്ളൂ. 2ാമത്തെ സ്റ്റെപ്പ് വന്ന സമയത്ത് അഭിഷേകും അതുപോലെ സായിയും ഔട്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും 3 പോയിന്റ് വാങ്ങി സായി 1ാമതെത്തി, 2 പോയിന്റ് വാങ്ങി അഭിഷേക് ശർമ്മ 2ാമതെത്തി, ഋഷി 3ാമതും. സായി ആണെങ്കിൽ 6 മിനിറ്റും 15 സെക്കൻഡും, അഭിഷേക് 5 മിനിറ്റും 5 സെക്കൻഡും, അതുപോലെ തന്നെ ഋഷി ആണെങ്കിൽ 3 മിനിറ്റും 10 സെക്കൻഡുമായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് 3 ടാസ്കും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അഭിഷേക് 8 പോയിന്റ് നേടിയിരിക്കുന്നു, സായി 5 പോയിന്റ്, നമ്മുടെ ഋഷിക്ക് 2 പോയിന്റ്, അർജുന് 2 പോയിന്റ്. ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് നിലയെന്ന് പറയുന്നത്. നാളെ ഇനി വീണ്ടും ടാസ്കുകൾ വരും, അപ്പോൾ പോയിന്റ് നിലകളെല്ലാം മാറി മറിയും. എന്തായാലും ജിൻഡോയ്ക്കും ജാസ്മിൻ ഇന്നത്തെ പോയിന്റ് വേട്ടയിലൊന്നും തുടരാൻ പറ്റിയിട്ടില്ല. ജാസ്മിൻ 1 ബോണസ് പോയിന്റ് നേടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ.
നോറയും ഋഷിയും ഒരു ഡിസ്കഷനാണ്. അതായത് ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ നിൻ്റെ കൂടെ പറഞ്ഞു എന്ന രീതിയിലും പിന്നെ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു നടന്നതൊക്കെ. അപ്പോഴത്തേക്ക് ഋഷി പറഞ്ഞു എടി അതൊക്കെ പഴയ കേസില്ലേ, അതൊക്കെ നീ വീട് എന്ന് പറഞ്ഞിട്ട് ഋഷി അവിടെ എണീറ്റ് പോകുന്നു. അതിന് മുന്നേ നമ്മുടെ സായി അഭിഷേകം കൂടെ ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോറ പറഞ്ഞു ഇതാണ് ഞാനൊരു കാര്യം പറയാൻ വന്നപ്പോൾ എല്ലാവരും എണീറ്റ് പോകുന്നു, എൻ്റെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്ന രീതിയിൽ നോറ സെൻറ്റി അടിച്ചിരിക്കുന്നു കേട്ടോ. അതിനുശേഷം അഭിഷേകും സായി സിജോയ്ക്ക് ഒരു ഡിസ്കഷൻ ദന്തനയുണ്ട് കേട്ടോ. അപ്പോൾ അഭിഷേക് പറയുന്നത് സിജോ എടുത്താണ് എടാ ഞാൻ 5 മിനിറ്റും 5 സെക്കൻഡും കൊണ്ട്, സായി 5 മിനിറ്റും 15 സെക്കൻഡ്, ഋഷി 3 മിനിറ്റ് 5 സെക്കൻഡും കൊണ്ടാണ് ബോൾ ബാലൻസ് ചെയ്ത് പിടിച്ച് നിർത്തിയത്. നീയാണെങ്കിൽ വെറും 5 സെക്കൻഡ് ആണെന്ന രീതിയിൽ ജസ്റ്റ് ഫണ്ണ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദനയും സിജോയും തമ്മിൽ വെറുതെ ഒരു ചെറിയൊരു അടി പോലെ കൂടുന്നു, ചുമ്മാ ഒരു ഫണ്ണായിട്ട് കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന നോറ വരെ ഇവരെ ഈ കളി ചിരികൾ കണ്ട സമയത്ത് ഒന്ന് ചിരിച്ചു പോയി. എന്തായാലും നോറ ചിരിച്ചു കണ്ടല്ലോ. അതിനുശേഷം ഉണ്ടല്ലോ രാത്രിയാകുന്നു, ലൈറ്റൊക്കെ ഓഫായ സമയത്ത് അഭിഷേകും നോറയും ഋഷിയൊക്കെ വന്നിട്ട് ഈ സ്കോർ ബോർഡ് കാണുകയാണ്. അപ്പോഴത്തേക്കും ഋഷി പറഞ്ഞു ഒപ്പം നീ പൊങ്ങി പോകുന്നു, നാളെ ഞാൻ കാണിച്ചു. ഇല്ല പറ്റില്ല, നിന്നെ ഒപ്പം എത്താൻ എനിക്ക് പറ്റില്ല, എന്തായാലും സായി ഞാൻ നാളെ തകർക്കുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം BB+ ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് 3 ടാസ്ക്കാണ് നടന്നിരിക്കുന്നത്. നാളത്തെ ടാസ്ക് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ BB+ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ കളരിക്ക് പുറത്തുനിന്നാണ്. അതായത് ഈ ടിക്കറ്റ് ഫിനാലിൽ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്നും പോകാൻ ചാൻസ് ഉള്ളത് ആരാണ്, അപ്പോൾ ഇവർക്ക് പോയിന്റ് കൂടിയേ തീരും എന്ന് പറയുന്ന വ്യക്തികളെ 2 പേരെ സെലക്ഷൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഋഷി വന്നിട്ട് നോറയും ശ്രീധുവിനാണ് പറയുന്നത് കേട്ടോ. ജാസ്മിൻ നോറയും അഭിഷേകം പറയുന്നുണ്ട്. അഭിഷേകിന് ഈ പോയിന്റ് കിട്ടിയതുകൊണ്ട് ടിക്കറ്റ് ഫിനാലിലേക്ക് പോകാൻ പറ്റും, നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. അപ്പോഴത്തേക്ക് നോറ വന്ന് ശ്രീധുവിനെയും ജാസ്മിനെയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ജാസ്മിൻ്റെ അവളുടെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ്, അവളുടെ ബിഹേവിയർ, അതുപോലെ അവിടെ ഓരോരോ ചേഷ്ടകൾ. ഇപ്പം തന്നെ ഞാനിവിടെ ഈ ഒരു ടാസ്ക് കുറിച്ച് പറയുന്ന സമയത്ത് ഇതാ കാണിക്കുന്നത് കണ്ടോ. അതായത് ജാസ്മിൻ ഇന്ന് ജിൻഡോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് നോറ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ കാണിക്കുന്നത്. നോറ അതിനെ എടുത്ത് കാണിച്ചു. അപ്പോൾ ബിഗ് ബോസ് ജാസ്മിൻ എന്താണ് ഈ കാണിക്കുന്നത്, ഇവിടെ ഒരു ടാസ്ക് നടക്കുന്ന അറിയത്തില്ല എന്ന രീതിയിൽ. അപ്പോൾ ജാസ്മിൻ വന്നിട്ട് പറയുന്നത് അത് നോറ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ചെയ്തതാണ്, ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം, നോറ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ജാസ്മിൻ്റെ ചേഷ്ടങ്ങളെന്ന് സിജുവാണ് നേരത്തെ പറഞ്ഞത്, വല്ലവരും പറഞ്ഞത് കേട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വരണ്ട എന്ന രീതിയിൽ, ചുമ്മാ നീ നുണകൾ പറയാതെ എന്ന രീതിയിൽ ജാസ്മിനും നോറയും തമ്മിലൊരു സംസാരം വരുന്നുണ്ട്. ജാസ്മിൻ നല്ല ഉരുളക്കുപ്പേരി പോലെ നോറിന് മറുപടി കൊടുത്ത സമയത്ത് നോറ അടിപൊളിയായിട്ട് അവിടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ ജാസ്മിൻ ഇട്ട് നീ വാ, നീലി പറഞ്ഞ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം, നീ ഇവിടെ വന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ നിൻ്റെ നുണകളെ ഞാൻ പൊളിച്ചടുക്കിത്തരാം, ഞാൻ കൈയും കെട്ടി ഇരുന്ന് തന്നെ നിൻ്റെ സംസാരം കേൾക്കാം, നീ വാ, നിനക്കെന്തെന്നെ പേടിയാണോ, നീ ആണെങ്കിൽ ഇവിടെ വന്നത് മുതൽ A to Z വരെയുള്ള കള്ളങ്ങൾ എനിക്കറിയാം, നിനക്കെന്താ ഇപ്പോൾ ഒന്ന് സംസാരിക്കുന്നില്ല, നീ എന്താ ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നത്, നീ ആ വാഷ്റൂമിൻ്റെ അവിടെയുള്ള ക്യാമറ നോക്കി പോയി സംസാരിക്കുന്ന രീതിയിൽ. അതോടുകൂടിയാണ് BB+ തീരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എന്തായാലും നാളത്തെ റിവ്യൂമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.